ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നല്ലൊരു സാമ്പാർ പൊടിയാണ് കാണിക്കുന്നത്. അപ്പോൾ കുറേ അധികം ചേരുവകളൊന്നും വേണ്ട ഈ ഒരു സാമ്പാർ പൊടിക്ക്. ഇതിൽ കാണിക്കുന്ന അത്രയും ചേരുവകൾ വെച്ചിട്ട് തന്നെ സാമ്പാർ പൊടി ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല സൂപ്പർ സാമ്പാർ ഉണ്ടാക്കാം. നല്ല ഫ്ലേവറുള്ള സാമ്പാർ തന്നെ ഉണ്ടാക്കാം കേട്ടോ. ഈ പൊടിയുടെ പ്രത്യേകത പറഞ്ഞാൽ ഇത് കുറച്ച് ചേർത്താൽ മതി. മറ്റേ സാധാരണ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന സാമ്പാർ പൊടി പറഞ്ഞാൽ കുറേ അധികം ചേർക്കണം. അല്ലെങ്കിൽ നമ്മൾ പരിപ്പൊക്കെ ചേർത്തിട്ടുണ്ടാക്കുന്ന സാമ്പാർ പൊടി പറഞ്ഞാൽ കുറേ അധികം ചേർക്കണം. ഇതാവുമ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. വളരെ കുറച്ച് ചേർത്താൽ തന്നെ നല്ല മണമുള്ള സാമ്പാർ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ കണ്ടു നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ അതാ കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 കപ്പ് ഉണക്കമല്ലിയാണ് ചേർക്കുന്നത്. 1.5 കപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100 ഗ്രാം ഉണ്ടായിരിക്കും കേട്ടോ. ഇപ്പം നമ്മൾ കുറേ നാളൊക്കെ കേടുവരാതെ പൊടി സൂക്ഷിച്ച് വെക്കണമെങ്കിൽ എല്ലാം ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ തന്നെ യൂസ് ചെയ്യണം. അപ്പോൾ വീട്ടിലിരിക്കുന്ന പഴയ മല്ലിയൊന്നും ഉപയോഗിച്ചിട്ട് ഇത് ഉണ്ടാക്കരുത്. എല്ലാം ഫ്രഷ് ആയിട്ട് വാങ്ങിക്കഴിഞ്ഞാൽ നല്ല മണമുള്ള നമുക്ക് സാമ്പാർ പൊടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ കുറേ ദിവസം നല്ല ഫ്രഷ് ആയിട്ട് തന്നെ അതിരിക്കും. ഇനി ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇതൊന്ന് ഒരുവിധം നന്നായിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഉണക്കമുളക് ചേർക്കണം. അപ്പോൾ അതൊന്ന് കുറച്ച് വറുത്തതിൻ്റെ ശേഷം മാത്രം ഉണക്കമുളക് ചേർത്താൽ മതി. കാരണം ഉണക്കമുളക് ചേർക്കുമ്പോൾ കരിയാതിരിക്കാൻ ശ്രദ്ധിക്കണം. നിങ്ങൾക്കിത് വേറെ വറുത്തെടുക്കണമെങ്കിൽ ഉണക്കമുളക് വേറെ വറുത്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് കുറച്ച് കാശ്മീരി ചില്ലിയും അതുപോലെ തന്നെ കുറച്ച് എരിവുള്ള മുളകും കൂടിയിട്ടാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഒരു 12-13 ഉണ്ടായിരിക്കും. ഒരു 4-5 കാശ്മീരി മുളകും ബാക്കിയുള്ളത് എരിവുള്ള മുളകും ചേർക്കാം. പിന്നെ കാശ്മീരി മുളക് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് എല്ലാം എരിവുള്ള മുളക് തന്നെ ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാം കേട്ടോ. അപ്പോൾ ഈ മല്ലിയും അതുപോലെ തന്നെ ഈ ഉണക്കമുളകൊക്കെ ഒരുവിധം നന്നായിട്ട് ഇങ്ങനെ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു 1.5 ടീസ്പൂൺ പച്ചരിയാണ് ചേർത്തിരിക്കുന്നത്. ഈ പച്ചരി ചേർക്കുമ്പോൾ സാമ്പാറിന് ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. അതുപോലെ തന്നെ നല്ലൊരു കൊഴുപ്പും കിട്ടും കറിക്ക്. ഈ മല്ലിയും മുളകും ഒരു 1/4 ഭാഗം മൂത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു 1/4 ഭാഗം മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉലുവ ചേർക്കുക കേട്ടോ. ഇത് നമ്മൾ കുറച്ച് കൂടുതൽ അളവിൽ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വെവ്വേറെ വറുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഞാനിപ്പോൾ ഇത് വളരെ കുറച്ചൊരളവിലാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ഒന്നിച്ച് വറുത്തെടുക്കുന്നത്. ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പില കൂടി ചേർത്തിട്ടുണ്ട്. ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വറുക്കുക. അപ്പോൾ ഉലുവ അങ്ങനെ ചെറുതായിട്ട് ഒരു പൊട്ടുന്ന ശബ്ദം വരും. ഇതൊക്കെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് കേട്ടോ ചെയ്യാവൂ, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഒന്നും കരിഞ്ഞു പോരുത്. കറിവേപ്പില കുറച്ച് അവസാനം വെച്ചിട്ട് ഇട്ടാൽ മതി. പിന്നെ ഓരോന്നും വെവ്വേറെ വറുത്തെടുക്കുകയാണ് എപ്പോഴും നല്ലത്. ഒന്നിച്ച് വറുത്തെടുക്കണ്ട. ഞാൻ ചെയ്ത പോലെ ചെയ്യുന്നതിനേക്കാൾ എപ്പോഴും നല്ലത് ഒന്ന് വെവ്വേറെ വറുത്തെടുക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഒട്ടും കരിയാതെ തന്നെ ചെയ്ത് കിട്ടും. ഇപ്പോൾ ഇത് മല്ലിയും മുളകും ഉലുവയും ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അവസാനം ചേർക്കേണ്ടത് കായാണ്. ഈ കായം കണ്ടിട്ട് നിങ്ങൾക്ക് കുറേ ഉണ്ടെന്ന് തോന്നണ്ട കേട്ടോ. അത് കുറച്ചേ ഉള്ളൂ കായം. ഇത് ഞാൻ മൈക്രോവേവിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയതാണ് കട്ടിക്കായം. നിങ്ങൾ കായത്തിൻ്റെ പൊടിയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ കായത്തിൻ്റെ പൊടി അവസാനം ചേർത്താൽ മതി. ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തതിൻ്റെ ശേഷം 1 ടേബിൾ സ്പൂൺ കായത്തിൻ്റെ പൊടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്താൽ മതി കേട്ടോ. ഇതിപ്പോൾ ഒരു 15 ഗ്രാമോളം ഉണ്ടായിരിക്കും കട്ടിക്കായാണ്. ഇത് മൈക്രോവേവിൽ വെച്ചൊന്ന് ചൂടാക്കി എടുക്കുമ്പോൾ ഇങ്ങനെ വലുതായിട്ട് വരും. ഇതാകെ ഒരു 15 ഗ്രാമേ ഉള്ളൂ. ഓക്കെ, ഇനി അതും കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുകയാണ്. ഇനി ഇതൊന്ന് തണുത്ത് കഴിഞ്ഞാൽ അത് പൊടിച്ചെടുക്കാം. പൊടി കുറച്ച് ഫ്രഷ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടിയും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ആ ചൂടിലിരുന്നിട്ട് ഇതെല്ലാം ഒന്നും കൂടി നല്ല മൊരിഞ്ഞ്, അതായത് ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ പെട്ടെന്ന് നമുക്കിത്, അപ്പം ഇനി ഇതിൽ തന്നെ ഇരുന്നിട്ട് ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ നമുക്കിത് പൊടിച്ചെടുക്കണം. ഇതിപ്പോൾ ഒന്ന് പൊടിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്ന് അരിപ്പയിൽ വേണമെങ്കിൽ അരിച്ചെടുക്കാം കേട്ടോ. വല്ലാതെ അങ്ങനെ വലിയ കരികളുണ്ടെങ്കിൽ അരിച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ അതാ നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് കാരണം ഇനിയിപ്പോൾ ഞാനിത് അരിപ്പയിൽ അരിക്കുന്നൊന്നുമില്ല. ഇനി ഇത് നല്ല വെയിലത്ത് വെച്ച് ഉണക്കിയ എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ വെക്കുക. എപ്പോഴും കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് ബോട്ടിലിൽ വെക്കുകയാണെങ്കിൽ കുറേ കാലം കേടുവരാതിരിക്കും.
പ്ലാസ്റ്റിക് കണ്ടെയ്നർ എന്ന് ഞാൻ പറയാൻ കാരണം ചിലപ്പോഴൊക്കെ ഈ ഗ്ലാസ് ബോട്ടിലിൽ വെക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഫ്രഷ്നെസ് കുറയുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കുറേ ദിവസം നമ്മൾ വെക്കുമ്പോൾ കേട്ടോ. പെട്ടെന്നൊന്നും കുറയില്ല. കുറേ ദിവസം വെക്കുമ്പോൾ ഒരു 2-3 മാസമൊക്കെ വെക്കുമ്പോൾ, മാസങ്ങളൊക്കെ വെക്കുമ്പോൾ ഫ്രഷ്നെസ് കുറഞ്ഞു വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അത് കാരണം ഞാൻ നല്ല ക്വാളിറ്റി ഉള്ള നല്ല പ്ലാസ്റ്റിക് കണ്ടെയ്നറിലാണ് ഞാനിങ്ങനെ ഗരം മസാലപ്പൊടിയും സാമ്പാർ പൊടിയൊക്കെ വെക്കാറ് കേട്ടോ. അത് നല്ല പ്ലാസ്റ്റിക്, നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് ആയാൽ മതി. അപ്പോൾ അത് നല്ല മണമുള്ള നല്ല രുചി, സാമ്പാറിന് നല്ല രുചി കൂട്ടുന്ന നല്ല സാമ്പാർ പൊടി റെഡി ആയിട്ടുണ്ട്. നല്ല നാടൻ സാമ്പാറിൻ്റെ നല്ലൊരു സുഗന്ധം കിട്ടും ഈ ഒരു സാമ്പാർ പൊടി ഉപയോഗിച്ചുണ്ടാക്കുമ്പോൾ കേട്ടോ. അപ്പോൾ ഇതൊരു 5-6 പേർക്കുള്ള ഒരു സാമ്പാറൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതൊരു 1.5 മുതൽ ഒരു 2 ടേബിൾ സ്പൂൺ വരെയൊക്കെ ചേർത്താൽ മതി. പിന്നെ ഫ്ലേവർ കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി പിന്നീട്. അപ്പോൾ സാധാരണ സാമ്പാർ പൊടി ഉണ്ടാക്കുന്ന പോലെ തൂരപ്പരിപ്പും കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പൊക്കെ എല്ലാം പൊടിച്ച് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ തന്നെ നല്ല മണമുള്ള സാമ്പാർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വേറെ ഈസി റെസിപ്പിയായി വീണ്ടും കാണാം. താങ്ക്